So after studying about definition of artificial intelligence, application of artificial intelligence, origins of artificial intelligence, where we discussed about a Turing test, followed by strong and weak AI, we will now come across with various terminologies which are very important in artificial intelligence. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളെക്കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന 5 വാക്കുകളാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ ഫസ്റ്റ് ടേം ദാറ്റ് വി നീഡ് ടു നോ ഇൻ ദി AI ലിറ്ററേച്ചർ ഈസ് ഡാറ്റ. ഡാറ്റ മീൻസ് കളക്ഷൻ ഓഫ് റോ ഫാക്ട്സ്, നമ്പേഴ്സ്, സിംബൽസ് എക്സെട്ര. നമ്മൾ വെറുതെ 25, 37, 96, 128, 6283 ഇങ്ങനെ വെറുതെ കുറേ സംഖ്യകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡാറ്റയാണ്, ന്യൂമറിക്കൽ ഡാറ്റയാണ്. അല്ലെങ്കിൽ സാം, ജോൺ, ജോസഫ്, തോമസ്, രാജു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നെയിംസ് ആണ്, ഇതും ഡാറ്റയാണ്. അപ്പോൾ ടെക്സ്റ്റ് ഡാറ്റ, ന്യൂമറിക് ഡാറ്റ തുടങ്ങി പലതരത്തിലുള്ള ഡാറ്റ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെറുതെ കുറേ സംഖ്യകൾ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ യഥാർത്ഥ മീനിങ് അവിടെ പൂർണ്ണമാകുന്നില്ല. ഇത് കുറേ പേരുകളാണ്, ഇത് കുറേ നമ്പറുകളാണ്, ഈ നമ്പർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നൊന്നും അവിടെ പറയുന്നില്ല. അതിനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ ഈസ് റെഫേർഡ് ടു ആസ് കളക്ഷൻ ഓഫ് റോ ഫാക്ട്സ്, RAW. റോ ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള അർത്ഥം തരാത്ത ഒരു കൂട്ടം പിന്നെ എൻറ്റിറ്റീസിനെയാണ് റോ ഫാക്ട്സ് എന്ന് പറയുന്നത്. നൗ വാട്ട് ഈസ് ഇൻഫർമേഷൻ? അപ്പോൾ ഡാറ്റയെക്കായും കുറച്ചുകൂടെ ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഡാറ്റ അല്ലെങ്കിൽ മീനിങ് ഫുൾ ഡാറ്റ ആഫ്റ്റർ പ്രോസസ്സിങ് എന്ന് പറയാം. അതായത് ഡാറ്റയെ ഒരു വിധത്തിൽ ഒന്നുകൂടി ഒന്ന് പ്രോസസ്സ് ചെയ്ത് ഉണ്ടാകുന്ന ഒന്നിനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഔട്ട്പുട്ടാണ് സത്യം പറഞ്ഞാൽ ഇൻഫർമേഷൻ. അപ്പോൾ പ്രോസസ്ഡ് ഡാറ്റ ഹാവിങ് എ മീനിങ് എന്ന് പറഞ്ഞാൽ അത് ഇൻഫർമേഷനായി മാറി. ഓക്കെ, നൗ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ദ മാർക്സ് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ S4R എന്ന് പറഞ്ഞിട്ട് ഓരോ കുട്ടിയുടെ പേരും അയാളുടെ മാർക്കും പറയുകയാണ്. ഓക്കെ, നെക്സ്റ്റ് കുട്ടിയുടെ പേര്, അയാളുടെ മാർക്ക്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഒരു മീനിങ് കൺവേ ചെയ്യും, വെറുതെ കുറേ സംഖ്യകളും നെയിമും അല്ല. ദ മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ AI ഇൻ S4 BSc അല്ലെങ്കിൽ S6 BSc എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് മാത്യൂസ് 21, ടോം 19 എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു മീനിങ് ആയി. അതിനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഡാറ്റ കൊടുത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ട് അത് പ്രോസസ്സ് ചെയ്ത് വൃത്തിയായിട്ട് ഔട്ട്പുട്ടായിട്ട് പ്രിന്റ് ചെയ്തോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്തോ കാണുമ്പോൾ അത് ഇൻഫർമേഷനായി മാറും. സോ പ്രോസസ്ഡ് ഡാറ്റ ഈസ് ഇൻഫർമേഷൻ എന്ന് കണ്ടു. ഇനി ഡാറ്റ കഴിഞ്ഞു, ഇൻഫർമേഷൻ കഴിഞ്ഞു, അതിൽ ഉയർന്നു നിൽക്കുന്ന മറ്റൊരു എൻറ്റിറ്റിയാണ് ഞാൻ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വി കോൾ ഇറ്റ് ആസ് നോളജ്. ഓർഗനൈസ്ഡ് ഇൻഫർമേഷൻ ഓർ ഇൻഫർമേഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഈസ് കോൾഡ് നോളജ്. അതായത് വെറുതെ കുറേ മീനിങ് മാത്രം പോരാ, നമ്മൾ ഇൻഫർമേഷനെ ഫർദർ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നോളജ് ഉണ്ടാകുന്നത്. പല അറിവുകൾ ഉപയോഗിച്ച് നമ്മൾ ഉരുത്തിരിയുന്ന ആശയങ്ങളാണ് അറിവായിട്ട് മാറുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബ്രെയിനിൽ പലപ്പോഴും നോളജ് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, എങ്ങനെ നോളജ് സ്റ്റോർ ആവുന്നത്? പലപ്പോഴും നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള നോളജ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ കിട്ടിയ ഡാറ്റയും നമുക്ക് കിട്ടിയ ഇൻഫർമേഷനെയും ഉപയോഗിച്ച് നമ്മുടെ ബ്രെയിനിനകത്ത് അത് വർക്ക് ചെയ്ത് പുതിയ പുതിയ അറിവുകൾ ആളുകൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യും. ഇപ്പോൾ നമ്മളുടെ ബ്രെയിനിനകത്ത് ഡാറ്റയുണ്ട്, ഇൻഫർമേഷനുണ്ട്, നോളജ് ഉണ്ട്. അറിവാണ് ഹയർ ലെവൽ ഓഫ് ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് സഹായിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോബ്ലം നിങ്ങളുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ വെറുതെ ഡാറ്റയും ഇൻഫർമേഷനും പോരാ. ഡാറ്റയും ഇൻഫർമേഷനും ഉപരിയായിട്ടുള്ള ഒരു ഫോം ഓഫ് എൻറ്റിറ്റി ആവശ്യമാണ് ഡിസിഷൻ മേക്കിങ്ങിന്. അതിനെയാണ് നമ്മൾ നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസ്ഡ് ഇൻഫർമേഷൻ ഓർ ദ ഇൻഫർമേഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് വിച്ച് ഈസ് മോർ സ്ട്രക്ചേർഡ് ആൻഡ് ഓർഗനൈസ്ഡ്, അതിനെയാണ് നോളജ് എന്ന് പറയുന്നത്. ഇനി ഡാറ്റ കഴിഞ്ഞു, ഇൻഫർമേഷൻ കഴിഞ്ഞു, നോളജ് കഴിഞ്ഞു. ആ നോളജിലും മുകളിൽ നിൽക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് അടുത്തതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വി കോൾ ഇറ്റ് ആസ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് ആ ഹൈറാർക്കിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ടേമാണ്. ദ എബിലിറ്റി ടു ഡ്രോ ഇൻഫറൻസസ് ഫ്രം ദ അവൈലബിൾ നോളജ്. നമ്മൾ ഒരുപാട് അറിവുകൾ നമ്മുടെ ബ്രെയിനിലുണ്ട്. ഓക്കെ, ഒരു വ്യക്തി ഇൻ്റലിജൻ്റ് ആണെന്ന് എപ്പോഴാണ് പറയുന്നത്? സ്വന്തം
ഗ്യാദർ ചെയ്തിട്ടുള്ള അറിവുകളെ അയാൾ ഫർദറായിട്ട് പ്രോസസ്സ് ചെയ്ത് മറ്റാർക്കും അറിയാത്ത രീതിയിലുള്ള പുതിയ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് അയാൾ എഴുതുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരികയോ പല ഫോംസിൽ കൊണ്ടുവരുമ്പോൾ അയാൾ ഇൻ്റലിജൻ്റ് വ്യക്തി എന്ന് പറയും. ഓക്കെ, സോ ദ എബിലിറ്റി ടു ഡ്രോ ഇൻഫറൻസസ് എന്ന് പറഞ്ഞാൽ നിരീക്ഷണത്തിൽ കൂടി കിട്ടുന്ന പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ ഡാറ്റ, ഇൻഫർമേഷൻ ആൻഡ് നോളജ് ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഇൻ്റലിജൻസ്. ഈ പറയുന്ന 3 കാര്യങ്ങളിനകത്താണ് വർക്ക് ചെയ്ത് എന്തുണ്ടാക്കുന്നത്, ഇൻ്റലിജൻസ് എന്ന്. അങ്ങനെ ഇൻ്റലിജൻസ് കൂടിയ വ്യക്തികളെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് IQ കൂടിയ വ്യക്തിയാണ് ഇയാൾ എന്ന് പറയുന്നത്. അപ്പോൾ പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് നല്ല ഇൻ്റലിജൻസ് വേണമെന്ന് പറയുന്നത്. കാരണം എന്താ, ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഡാറ്റയോ ഇൻഫർമേഷനോ നോളജോ കാണും, ചില വ്യക്തികളുടെ കയ്യിൽ അതിന് ഇൻ്റലിജൻസും കൂടെ കൂടുതൽ കാണും. അപ്പോൾ ആ ഇൻ്റലിജൻസ് കൂടുതൽ വരുമ്പോൾ ഹയർ ലെവൽ ഓഫ് പ്രോബ്ലം സോൾവിങ്ങിന് അയാൾക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ട് മാറും. മറ്റൊരു ഡെഫിനിഷൻ, ദ എബിലിറ്റി ടു റീസൺ, ടു ട്രിഗർ ന്യൂ തോട്ട്സ്, ടു പെർസീവ് ആൻഡ് ലേൺ. ദ എബിലിറ്റി ടു റീസൺ, നമുക്ക് ഒരു പ്രോബ്ലം അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താൻ കൃത്യമായിട്ടുള്ള യുക്തിഭദ്രമായിട്ടുള്ള ന്യായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് റീസൺ ചെയ്യാൻ കഴിയണം. ഇന്നത് ആണെന്നുണ്ടെങ്കിൽ ഇന്നത് ശരിയായിരിക്കും എന്ന് സമർത്ഥിച്ച് നമ്മൾ റീസൺ ചെയ്തിട്ടാണ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകുന്നത്. പിന്നെ പുതിയ ആശയങ്ങൾ ട്രിഗർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ടു ഒറിജിനേറ്റ്. അപ്പോൾ നമ്മുടെ നോളജിൽ നിന്ന് പുതിയ കുറച്ചുകൂടെ ഹയർ ലെവൽ ഓഫ് ആശയങ്ങൾ ഉരുത്തിരിയാനുള്ള കഴിവ്. പെർസീവ്, പലയിടത്തുനിന്നും കണ്ടും കേട്ടും മനസ്സിലാക്കാനായിട്ട്, മറ്റുള്ളവർ നോക്കുമ്പോൾ കാണാത്തത് നിങ്ങൾക്ക് കണ്ട് കിട്ടും, ചില അറിവുകൾ കിട്ടും, അങ്ങനെയുള്ള ആൾക്കാർ. ഇപ്പോൾ പെർസീവ് ആൻഡ് ലേൺ, എന്നിട്ട് സ്വന്തമായിട്ട് ലേൺ ചെയ്യും, സ്വന്തമായിട്ട് പഴയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കും. ഈ കഴിവിനെയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷൻസ് എല്ലാം നന്നായിട്ട് പഠിക്കണം. ആൻഡ് ഫൈനലി വിസ്ഡം, അത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് കിട്ടുന്നതല്ല. ഏറ്റവും വലിയ തത്വചിന്തകർ അവർക്കൊക്കെയാണ് വിസ്ഡം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. നമുക്കൊക്കെ ഇൻ്റലിജൻസ് വരെ ഒരു പരിധി വരെ ഉണ്ട്. ഇപ്പം വിസ്ഡം ഉള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ ഒരു ഹാലോ ഇട്ട് പലപ്പോഴും ചരിത്രത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, അല്ലെങ്കിൽ കാണിക്കാറുണ്ട് ചിത്രങ്ങളിലെല്ലാം. വിസ്ഡം എന്ന് പറഞ്ഞാൽ ദ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ദാറ്റ് ഡയറക്ട്സ് ഇറ്റ്സ് ഇൻ്റലിജൻസ് ടു അച്ചീവ് ഡിസയേർഡ് ഗോൾ. ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് ഒരാളും ചിന്തിക്കാത്ത ലെവലിലുള്ള ആശയങ്ങളിലേക്ക് പോകുന്ന ഒന്നിനെയാണ് വിസ്ഡം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ മെച്യൂരിറ്റി ഓഫ്, മനസ്സിൻ്റെ ഒരു മെച്യൂരിറ്റിയാണ്. ഈ ഡാറ്റ, ഇൻഫർമേഷൻ, നോളജും ഇൻ്റലിജൻസും കൂടി ഉപയോഗിച്ചാണ് ചിലർ ആ തലങ്ങളിലേക്ക്, ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊന്നും വിസ്ഡത്തിലേക്ക് എത്തത്തില്ല. ഓക്കെ, അതിനെയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് വിൽ ഡയറക്റ്റ് ഇറ്റ് ഇൻ്റലിജൻസ് ടു അച്ചീവ് സം ഡിസയേർഡ് ഗോൾസ്. അപ്പോൾ ഈ ഡെഫിനേഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിൽ നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ഉണ്ടാക്കണമെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വേണ്ടുന്നത്. ഒന്ന് നോളജ്, ആ നോളജിനെ പ്രോസസ്സ് ചെയ്ത് ഇൻ്റലിജൻസ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളുടെ വർക്കിംഗ് എന്ന് പറയുന്നത് നോളജിലും ഇൻ്റലിജൻസിലും ആയിട്ടാണ്. ഡാറ്റയും ഇൻഫർമേഷനും നമ്മൾ പഴയ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റാൻ പ്രോഗ്രാംസ് എഴുതി നിങ്ങൾ ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് കിട്ടി, സന്തോഷവാന്മാരായി. ഇനിയിപ്പോൾ നോളജാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടുന്നത്, പ്രോസസ്സ് ചെയ്ത് നോളജിൽ നിന്ന് ഇൻ്റലിജൻസ് പുറത്തേക്ക് കൊണ്ടുവരണം. ഇതാണ് ഇതിനകത്ത് ഫർദറായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ശരി.